ഹലോ പീപ്പിൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്ന് ക്രിസ്മസ് ക്രാഫ്റ്റിലെ രണ്ടാമത്തെ വീഡിയോ ആണ്. ഞാനിന്ന് ക്രിസ്മസ് ഹാങ്ങിങ് ആണ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും കുറച്ച് കമ്പന്തടിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇന്നലത്തേൻ്റെ ബാക്കിയാണ് കേട്ടോ. അത് വെച്ചിട്ട് ഒരു ഹാങ്ങിങ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഇതുപോലെ ചുമ്മാ റാൻഡമായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കട്ട് ചെയ്തെടുത്ത ശേഷം നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് ഞാനൊരു റൗണ്ട് ഷേപ്പാണ് ഉദ്ദേശിച്ചത്, അത് ശരിയായില്ല. പിന്നെ നമുക്കൊരു ഹോം ചെയ്തെടുക്കാം എന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ ഗ്ലൂ ഗൺ വെച്ചിട്ടാണ് ഇതൊക്കെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കങ്ങനെ ഒരു ഹോം നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് ഒരു സ്റ്റാർ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ നോവലിൻ്റെ ഒരു പീസ് എടുത്തിട്ട് നമ്മുടെ കുക്കി കട്ടറില്ലേ അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇത് വരച്ചു കൊടുത്തിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. എന്നിട്ട് സൈഡിൽ കൂടെ ഒരു ബ്രൗൺ കളർ സ്കെച്ച് യൂസ് ചെയ്ത് കളർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതുപോലെ കുറച്ച് ബെറീസ് എടുക്കാം. ബെറീസും പിന്നെ ഇതുപോലെ കുറച്ച് ഗ്രീൻ കളർ ലീഫും. ഇത് നമുക്ക് ക്രാഫ്റ്റ് ഷോപ്പിൽ നിന്ന് കിട്ടുന്നതാണ്. ഈ ലീഫ് എനിക്ക് ഒരു ഫ്ലവർ ഷോപ്പ് അവിടെ നിന്ന് കിട്ടിയതാണ് കേട്ടോ. അപ്പം ഇത് വെച്ചിട്ട് നമുക്കിത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒരു സൈഡിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിന്ന് ഇതുപോലെ 2 ക്രാഫ്റ്റാണ് ചെയ്തിട്ടുള്ള. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുള്ളവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇഷ്ടമായ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ നമ്മൾ ഒരു ഹാങ്ങിങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു വൈറ്റ് ത്രെഡ് വെച്ചിട്ട് വെറുതെ ഒരു ഹാങ്ങിങ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇനി എന്താ പരിപാടി, അപ്പോഴത്തേക്കും താഴെ ഇളകിപ്പോയി കുറച്ച്. അപ്പോൾ നമുക്കതൊന്ന് സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ഗ്ലൂ ഗണ്ണും പിന്നെ ഒരു ലീഫും എടുത്തിട്ട് അതും വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്തോ ഒരു അപാകത പോലെ തോന്നി. അപ്പോഴത്തേക്ക് ഞാനൊരു ഒരു ഡോറ് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഡോറ് വെച്ചപ്പോഴത്തേക്കും അത്ര ഒരു ഭംഗി തോന്നണില്ല. പിന്നെ ഞാൻ വിചാരിച്ചു അതിനും ഒരു ഹാങ്ങിങ് ചെയ്ത് കൊടുക്കാമെന്ന്. അങ്ങനെ നമ്മുടെ കുഞ്ഞ് കട്ടറില്ലേ അതെടുത്തിട്ട് കുറച്ച് പഞ്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ ഫസ്റ്റ് ഒരു സ്റ്റാർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്കും സ്റ്റാറൊന്നും കട്ട് ചെയ്തിട്ട് ശരിയായില്ല. പിന്നെയാണ് ഇത് ഇങ്ങനെ ഒരു സംഭവം ചെയ്യാമെന്ന് വിചാരിച്ചത്. അങ്ങനെ നമ്മൾ കുറച്ചധികം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ 2 സൈഡിലും ഇതുപോലെ ഒരു സൈഡ് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേലെ ത്രെഡ് വെച്ചിട്ട് അതിൻ്റെ മേലെ വീണ്ടും അതിൻ്റെ പാറ്റേൺ വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മളിത് കുറച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ചെയ്ത് വരുമ്പോഴത്തേക്കും നല്ല ഭംഗിയായിരുന്നു കേട്ടോ. ഇനി നമുക്കിതിനെ എടുത്തിട്ട് നമ്മുടെ ഹോമിൽ ഹാങ് ചെയ്ത് കൊടുക്കാം. ഹാങ് ചെയ്യാൻ ഞാൻ വെറുതെ കെട്ടൊന്നിട്ട് കഷ്ടപ്പെട്ടില്ല, ഇതെങ്ങാനും ഊരിപ്പോയാലോ. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് ജസ്റ്റ് ചുറ്റിക്കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ചെയ്ത് വന്നപ്പോൾ ഭയങ്കര ക്യൂട്ടായിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സംഭവം. ഇതാണ് ആദ്യത്തെ നമ്മുടെ ഹാങ്ങിങ്. അപ്പോൾ ഇഷ്ടമായ എന്നുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ട്രൈ ചെയ്ത് നോക്കുവാണെങ്കിൽ എനിക്ക് ഇൻസ്റ്റഗ്രാം പേജുണ്ട്. അതിൻ്റെ പേജിൻ്റെ നെയിം ഞാൻ താഴെ കൊടുത്തേക്കാം, അതിൽ സെൻഡ് ചെയ്ത് തരണേ. ഇനി നമുക്ക് രണ്ടാമത്തെ ഹാങ്ങിങ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് കമ്പെല്ലാം എടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ലൈറ്റ് താഴെ പോയി. ഈ ലൈറ്റാണ് കേട്ടോ മൊത്തത്തിൽ നമ്മുടെ വീഡിയോസിനൊക്കെ പ്രകാശം കൊടുക്കുന്നത്. അല്ലാതെ റൂമിൽ നല്ല ലൈറ്റ് കുറവാണ്. അപ്പോൾ നമ്മൾ വീണ്ടും കുറച്ച് കമ്പൊക്കെ എടുത്ത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് കുറച്ച് ബ്രാഞ്ച്ഡ് ആയിട്ടുള്ളതും കുറച്ച് കുഞ്ഞതായിട്ടുള്ള കുറേ ബ്രാഞ്ചസ് ഒക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇത് സെയിം പ്രോസസ്സാണ്. അതുപോലെ നമ്മൾ കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഗ്ലൂ ഗൺ വെച്ചിട്ടാണ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ബ്രാഞ്ചസും ഒക്കെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഫുള്ളൊന്ന് ചുറ്റിച്ച് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ എടുക്കുമ്പോഴത്തേക്കും ഒരു വല്ലാത്തൊരു കോലത്തിലിരിക്കും. ഇനി നമുക്കതിനെയൊക്കെ കട്ട് ചെയ്ത് ഇനി ബാക്കി നിൽക്കുന്ന പോർഷൻസ് ഇല്ലേ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഷേപ്പാക്കി എടുക്കാം. അങ്ങനെ നമ്മൾ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ സൈഡിലത്തേക്കും ഇതുപോലെ നേരത്തെ കാണിച്ചില്ലേ വീഡിയോയിൽ കാണിച്ച ഒരു ലീഫ് തന്നെ എടുത്തിട്ട് കെട്ടിക്കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത്. ട്വൈൻ വെച്ചിട്ട് കെട്ടിക്കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ വീണ്ടും നമ്മൾ ഒരു ബെറി എടുത്തിട്ട് അതിനിടയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ബെറീസ് 2-3 ബെറീസ് അവിടെ ഇവിടെ ആയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളിത് കാണുമ്പോഴത്തേക്കും ഭയങ്കര എന്തോ വലിയ സംഭവം തോന്നും, പക്ഷെ ഒന്നുമില്ല, ഭയങ്കര ഈസിയാണ്. നമുക്ക് പുറത്തുനിന്ന് കിട്ടുന്ന കുറച്ച് സംഭവമൊക്കെ വെച്ച് ചെയ്യാവുന്നതേ ഉള്ളേ. പിന്നെ ഒരു പൈനിൻ്റെ കോണില്ലേ അതും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ എന്തോ ഒരു ഈ സൈഡ് എന്തോന്ന് അറിയാത്ത പോലെ തോന്നി. പിന്നെ ആ സൈഡിലും ഒരു ലീഫും ഒരു ബെറിയും പിന്നെ ഈ നമ്മൾ കട്ട് ചെയ്തെടുത്തില്ലേ ഈ ഒരു കുഞ്ഞു ബ്രാഞ്ചസ് അതിൻ്റെ തന്നെ ഒരു ലീഫും ആണ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇഷ്ടമായോ എന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ടാറ്റാ ബൈ.